രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വിതരണം 19ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണമാണ് നാളെ ഫെബ്രുവരി മാസം 24-ാം തീയതി കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണത്തിന് തുടക്കം കുറിക്കുക. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും. ഏത് ബാങ്ക് അക്കൗണ്ടുമായിക്കോട്ടെ, ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണോ ഈ അക്കൗണ്ടിലേക്ക് തന്നെ ധനസഹായം കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും. 18 ഗഡുക്കളിലൂടെ 36,000 രൂപ നമുക്ക് നാളിതുവരെയായിട്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചടക്കേണ്ടാത്ത സൗജന്യ സഹായം തന്നെയാണ്. ഇതിനോടുകൂടിയാണ് ഇപ്പോൾ 2000 രൂപ കൂടി ചേർത്ത് വയ്ക്കുന്നത് 19ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം നടക്കുന്നതിലൂടെ. നമ്മളുടെ സംസ്ഥാനത്തും 25 ലക്ഷം വരുന്ന കർഷകരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ചില കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട്. ഇലക്ട്രോണിക് KYC, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ, ഇത് എന്തെങ്കിലുമൊക്കെ പിശക് സംഭവിച്ച് ഇത് ശരിയാവാത്തവർക്കായിരിക്കും ആനുകൂല്യം തടസ്സപ്പെടുന്നത്. ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കല്ല ധനസഹായം ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടാണോ, അതായത് ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കാണും, ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക. ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് എടുത്തിട്ടുള്ള ആധാർ സമർപ്പിച്ചൊക്കെ ആക്റ്റീവാക്കി എടുത്തിട്ടുള്ള ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഏത് അക്കൗണ്ടിലാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഗുണഭോക്താവിന് അറിയാൻ കഴിയാത്ത സാഹചര്യം വരുന്നത്. ഒരക്കൗണ്ടൊക്കെ ഉള്ളുവെങ്കിൽ അത് പ്രശ്നമില്ല. ഇനി മുൻപ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടി വന്നതും പിന്നീട് ആ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക വിതരണം നടത്തിയതും. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഇതേ രീതിയിൽ തന്നെയാണ് വിതരണം നടക്കുക. അതായത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായം എത്തുന്നു. ആ കർഷകർ ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന പുതുക്കലും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ്, നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷനും, ഈ 2 കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഉണ്ടാവണം. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ മറ്റ് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ഷേമ പദ്ധതികളോ ഇതിൻ്റെ കൂടെ പ്രഖ്യാപിക്കുമെന്ന കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അറിയിപ്പ് നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫെബ്രുവരി 24 പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ചാണ് കർഷകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സംസാരിക്കുന്നതും ഈ വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ധനസഹായത്തിൻ്റെ വിതരണം നിർവഹിക്കുന്നതും. നമ്മളുടെ സംസ്ഥാനത്തും അതായത് പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം നടത്തി 1 മണിക്കൂറിനുള്ളിൽ തന്നെ തുക എത്തിച്ചേരും. ചില ഗുണഭോക്താക്കൾക്ക് 2-3 മണിക്കൂറൊക്കെ താമസം എടുത്തേക്കാം. എങ്കിലും സുരക്ഷിതമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ പ്രാവശ്യവും വിതരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇനി അതോടൊപ്പം തന്നെ കൃഷിഭൂമി വിറ്റുപോവുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കരം അത് കൃത്യമായിട്ട് നിശ്ചിത വർഷങ്ങളിലെ മുടങ്ങിയൊക്കെ കിടപ്പുണ്ടെങ്കിലാണ് ചില പിഴവുകൾ മൂലമൊക്കെ അക്കൗണ്ടിലേക്ക് തുക എത്താൻ വൈകുന്നതോ അല്ലെങ്കിൽ ലഭിക്കാതെ വരുന്നതോ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഭാഗത്തുനിന്ന് പരിഹരിക്കാനുള്ളത് അത് ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട മറ്ററിയിപ്പുകളും, അതായത് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം നടത്തി കഴിയുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും. അപ്പോൾ ഇതും തുടർന്നുള്ള അപ്ഡേഷനുകളെല്ലാം നമ്മുടെ ചാനൽ വഴി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.